ഇന്ന് വൈകുന്നേരത്തെ ഡിഷിനുള്ള പ്രിപ്പറേഷൻ ആണ് അമ്മ. സിമ്പിൾ ഡിഷാ, വെരി വെരി സിമ്പിൾ, അമ്മയെ പോലെ തന്നെ. അതെ, രണ്ടു മൂന്ന് പഴം അതിലിരിക്കണെന്ന് എടുത്തോ. കോട്ടയം പൂവനാ തീർന്നു, 3 ഉള്ളു. 3 പേർക്ക് ഓരോന്ന് അരിഞ്ഞിടാം അതിലേക്ക്. അതാണ് സമയം 4:15 അപ്പൊ അറിയാലോ എന്ത് ഡിഷിനുള്ള പ്രിപ്പറേഷൻ ആണെന്ന്. ചായകുടി കഴിഞ്ഞു കൂട്ടോ. കപ്പ അവിടെ കൊണ്ട് സിങ്കിൽ വെച്ചിട്ടുണ്ട്, കഴുകിയിട്ടില്ല കപ്പ. പുട്ടാണോ ഉണ്ടാക്കാൻ പോണേ? അല്ല, രാവിലത്തെ പുട്ടിന്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്, ചൂടാക്കി എടുക്കാന്ന് കരുതി. അപ്പൊ ഒരാക്കിയതേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നും ആവൂല. അപ്പൊ ഞാൻ കരുതി റവ കണ്ടോ, റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാന്ന്. ഇപ്പൊ നമുക്കിത് തവയില് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഒഴികെ ഉള്ള സവാള, ചുമന്നുള്ളിയാണ് കൂടുതൽ നല്ല കേട്ടോ. സവോള അരിഞ്ഞാക്കണം. സവോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പിലയുണ്ട് അടിയിൽ, അത് കാണാം. വേപ്പില ഇത്രയും ഇട്ടൊന്ന് ഹാഫ് ബോയിലാക്കും. ഹാഫ് ബോയിലായി കഴിയുമ്പോൾ വെള്ളം ഒഴിക്കണം. പിന്നെ വെള്ളം തിളച്ചിട്ടാണ് തേങ്ങ ഇടണം. കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ റവയ്ക്ക് 1 ഗ്ലാസ് റവ എടുക്കണതിന് 1.25 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഈ റവയ്ക്ക് അതാ കണക്ക്. റോസ്റ്റഡ് റവയാണ്. പല റവയ്ക്കും പല രീതിയിലുള്ള വേവാണ് കേട്ടോ. ഞങ്ങളൊരു സ്വല്പം കുഴച്ചാണ് എടുക്കണം, അതുകൊണ്ടാണ് 1.25 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. വെള്ളം ചേർക്കണ സമയത്താണ് ഞാൻ ഉപ്പും ചേർക്കണം. വെള്ളത്തിലേക്ക് ആ ഉപ്പും കൂടെ അങ്ങ് ചേർക്കും. അപ്പം എളുപ്പമായിട്ട് പിന്നെ വേറെ സെപ്പറേറ്റ് ഉപ്പ് വേണ്ടല്ലോ. വേണ്ട. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബോയിലായി കഴിയുമ്പോൾ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അത് തിളച്ച് കഴിഞ്ഞിട്ടാണ് തേങ്ങ ഇടാവുള്ളൂ. അതെ, ഇച്ചിരി ഉള്ളിയും കയ്യിലുണ്ടായിരുന്നത് വേണില്ല. ചുമന്നുള്ളിയാണ് ടേസ്റ്റ്. പിന്നെ അതൊക്കെ കുനുവിനൊന്ന് നന്നാക്കി എടുക്കാനുള്ള മടി, അതുകൊണ്ട് ഒരു ചോളവുള്ളി അങ്ങ് അരിഞ്ഞ് ചേർക്കും. അത്രേ ഉള്ളൂ സംഭവം. എന്നിട്ട് പഴം അരിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. എനിക്ക് അരിഞ്ഞിടണ ഇഷ്ടമല്ല, ഞാൻ കുഴച്ചാ കഴിക്കണം. ഇവർക്ക് 2 പേർക്കും അരിഞ്ഞിട്ടാണ് കൊടുക്കാറ്. ഇവർക്ക് അരിഞ്ഞിട്ട് കഴിക്കണ ഇഷ്ടം. ഇത് ശരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റമാണ്. ഞങ്ങളിപ്പോൾ വൈകുന്നേരം കഴിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വൈകുന്നേരം കഴിക്കണമെന്ന് തോന്നി, ഞങ്ങൾ വൈകുന്നേരം കഴിക്കണം അല്ലേ. അത്രേ ഉള്ളൂ. വേവട്ടെ കേട്ടോ, ബോയിലാവട്ടെ. 5 മിനിറ്റ് മതി. കഴിഞ്ഞാൽ മറ്റുള്ളതൊക്കെ ചേർക്കാം. അപ്പം ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തോളൂ. 1.25 ഗ്ലാസ് വെള്ളം ചേർക്കണം, അത് കാണിക്കാം. പച്ചവെള്ളമാണോ? പച്ചവെള്ളം സാധാരണ. അത് തിളപ്പിക്കണമെന്ന് എന്നിട്ട് ഇതില്ല, നന്നായിട്ട് വെള്ളം തിളച്ചിട്ടാ തേങ്ങ ഇടണം. പിന്നെ ഇനിയിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുക കേട്ടോ, കുറച്ചുകൂടെ ഒഴിക്കാനുണ്ട്. കുറച്ചുകൂടെ ഒഴിക്കണം. ഇതായില്ല, 1 ഗ്ലാസ് അല്ലേ ആയുള്ളൂ. കൊണ്ടുവരാം. 1/4 ഗ്ലാസ് വെള്ളം കൊണ്ടതേ. 1.25 ഗ്ലാസ് വെള്ളം. ഇനി അതൊന്നങ്ങ് അടച്ചു വെക്കട്ടെ കേട്ടോ. എന്നാന്ന് വെച്ചാൽ തിളയ്ക്കണം. എന്നിട്ട് തേങ്ങ ചേർക്കണം. അപ്പം നമുക്ക് റവ എടുത്ത് വെക്കാം. റോസ്റ്റഡ് ആണോ? റോസ്റ്റഡ് റവ സ്ഥിരം മേടിക്കണം ഇവിടെ. പിന്നെ ചൂടാക്കുവോ? റോസ്റ്റഡ് റവയാണെങ്കിൽ പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. നോക്കുമ്പോ നോട്ടായിരിക്കും. അപ്പൊ ഇവിടെ വന്ന് ഇപ്പുണ്ടതാ ഡയറക്ഷൻസ് ഇൻ കുക്കിംഗ് ആണ്. പറഞ്ഞോണ്ടിരിക്കുവാണോ അല്ലേ? അതെ, അമ്മ അതനുസരിച്ച് ഫോളോ ചെയ്തു. ചിലപ്പോ അമ്മ പോയില്ല, ചിലതൊക്കെ പറഞ്ഞാൽ മിണ്ടൂല അമ്മ. ഇത് നന്നായിട്ടൊന്ന് വേവണം കേട്ടോ. തേങ്ങ റവയ്ക്ക് വേവില്ലല്ലോ എന്നേ, അതുകൊണ്ടാണ്. തേങ്ങയുടെ അല്ലെങ്കിൽ പച്ചക്കൂട്ടുണ്ടാവും. വെള്ളം അതുപോലെ തിളച്ചിട്ട് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ പച്ചവെള്ളമല്ലേ ചേർക്കണം. അപ്പം അതും രുചി ഉണ്ടാക്കും. തിളച്ചു തുടങ്ങി. റവ ഇടാറായോ? കടുക കേട്ടോ, കറുത്ത് കിടക്കണം. ഞാൻ നോക്കുമായിരുന്നത് തന്നെ ഈ പാത്രത്തിൽ കറുത്ത് കിടക്കണേന്ന്. കടുക് കുട്ടിയ കടുക. ചിലർ ഇതിൻ്റെ കൂടെ ഉലുവ ഇടും, പക്ഷെ നമ്മളത് ഇടാറ് അല്ല. ഉലുവയല്ല, ഉഴുന്നുപരിപ്പിടും. ഞാനത് ഇടാഞ്ഞ എന്നാന്ന് വെച്ചാൽ ഈ പല്ല് പിന്നെ കടിക്കുമ്പോ ഒക്കെ പ്രശ്നമാണ്. കടിക്കുമ്പോ പ്രശ്നം, അതുകൊണ്ടാട്ടോ. നമുക്കിത് ഈ റവ ഇടാം. റവ ഇടാൻ നേരത്തെ ഇതേ ഫ്ലെയിം ഏറ്റവും സിമ്മിലേക്ക് ആക്കിട്ടോ. അപ്പൊക്ക് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ? അഭിപ്രായം പറയും. നോക്കട്ടെ, ഇതിലിച്ചിരി ഇരിപ്പുണ്ട്.
വെള്ളത്തിൻ്റെ മയമൊന്നും നോക്കട്ടെ എങ്ങനെയാണെന്ന്. മതി. ഇനി ഗ്ലാസ്സിലുള്ളത് പൊടി അങ്ങ് ചേർത്താൽ മതി അതിലിരിക്കണത്. അപ്പോൾ കുഴവ് നമ്മുടെ രീതിയിൽ കുഴവ് പാകാകും. ഒരു 5:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും പണിസങ്കേതങ്ങളിൽ നിന്ന് ഓരോരുത്തർ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഒരു 6 മണിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. സാൻഡ്വിച്ചാണ് സാധാരണ കഴിക്കാറ്, ബ്രെഡ് സാൻഡ്വിച്ച്. നീ ഇപ്പം ഇവിടെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും വൈകുന്നേരം അവസാനത്തെ ഒരു ടിപ്പ് ഉണ്ടല്ലോ. അയ്യോ അത് മറന്നുപോയല്ലോ. ഓർപ്പിച്ച് നന്നായി അവസാനത്തെ ഒരു ടിപ്പാട്ടോ അത്. കഴിക്കാൻ നേരത്തായാലും മതി, ചൂടാക്കണം അന്നേരം. അല്ല ഇപ്പം തന്നെ ഇട്ടേക്കാം, അതാ നല്ലത്. മൂടി വെക്കട്ടെ കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചേക്കും കേട്ടോ. മുരിമുരി പോലെ വരും എന്നിട്ടത്. നല്ല ഉപ്പുമാവ് അല്ല, നല്ല ടേസ്റ്റ്. അങ്ങനെ മുരിമുരി പോലെ വരുമ്പോൾ ഇച്ചിരി കുഴങ്ങി വന്നിട്ട് നമ്മൾ പഴം അരിഞ്ഞിടും. ഞാൻ ബട്ടർ എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇത് മറന്നു പോയനെ, ഓർമ്മിച്ചില്ലെങ്കിൽ. ഇതോട്ട് വരാം. അത് ചേർത്തേച്ച് നമുക്ക് അടച്ചു വെക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. നമ്മുടെ ബട്ടറാ. ലാസ്റ്റ് ടിപ്പ് കുറച്ചിട്ടാ മതി. ഉപ്പുമാവ് സടപടേന്ന് കഴിഞ്ഞല്ലോ, പെട്ടെന്ന് കഴിയും. 4 മിനിറ്റ്സ് ഉപ്പുമാവ്. 5 മിനിറ്റ് കഷ്ടില്ല. ഇനി ഒന്നോടെ ഇളക്കി വെച്ചില്ലേ, ഫ്ലെയിം അങ്ങ് കുറച്ച് ഒരു 2 മിനിറ്റോടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കഴിക്കാൻ നേരത്തെ ചൂടാക്കണമെങ്കിൽ അന്നേരം ചൂടാക്കാം. അപ്പം പാകം നല്ല ഇതായിട്ടിരിക്കും, മുരി പോലെ ഇരിക്കും. അന്നേരം പഴം അരിഞ്ഞിടാം. അരിഞ്ഞിട്ട് വെച്ചിരുന്നാൽ കൂടുതൽ. ഇപ്പം ആരും കഴിക്കൂലല്ലോ. മൂടി വെച്ചേക്കട്ടെ. 2 മിനിറ്റ് കഴിയുമ്പോഴേ ഓഫ് ചെയ്യുള്ളൂ. അതിനുള്ള വേവും ഉണ്ട്. അതിപ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടും. സൂപ്പറായിരിക്കും. അടച്ചു വെക്കട്ടെ കേട്ടോ. ഇതിൽ ക്യാരറ്റ് അരിഞ്ഞിരുന്നെങ്കിൽ ക്യാരറ്റ് അരിഞ്ഞിടാം, ബീൻസ് അരിഞ്ഞിരുന്നെങ്കിൽ അരിഞ്ഞിടാം. വെജിറ്റബിള് താല്പര്യമുള്ളവർക്ക് അതൊക്കെ അരിഞ്ഞിടാം. ഞാനിപ്പോൾ എളുപ്പ വഴിയില്ല, അതൊന്നും അരിഞ്ഞിട്ടില്ല. കാരണം എന്നാണ് പഴം ചേർത്താ കഴിക്കണേ. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ള സംഗതികൾ അരിഞ്ഞിടുവാണെങ്കിൽ അന്നേരം പിന്നെ നമ്മൾ കറി കൂട്ടി കഴിക്കണം. അതായത് കടലക്കറിയോ വൻപയർ പെരളനുണ്ടാക്കിയതോ കടലക്കറിയോ വെളുത്ത കടലയോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിക്കണമായിരിക്കും. എൻ്റെ അഭിപ്രായം പറഞ്ഞതാട്ടോ. ഓരോരുത്തർക്കും ഒരേ രീതിയല്ലേ. അപ്പം ഇതിപ്പോൾ പ്ലെയിൻ ഇഞ്ചി, സവോള, വേപ്പില, ഒരു പച്ചമുളകേ ഉള്ളൂ. പച്ചമുളക് അത്രേ ഉള്ളൂ നമുക്കടെ. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ടേ. അപ്പൊ ഇത് അതെ, ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം അത് ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോ. അപ്പൊ അതിനു മുമ്പ് ഒരു പരിപാടി ചെയ്യണം. സെറ്റായി റെഡിയായി. ഒന്ന് ചൂടാക്കണം, 2 എനിക്കുള്ളത് മാറ്റണം. എനിക്ക് പഴം ഞാൻ കുഴച്ചെടുക്കുള്ളൂ. അമ്മക്ക് ഇഷ്ടമല്ല പഴമൊന്നും ഇടണേ. എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കുഴച്ച് തിന്നണ താല്പര്യം. അതുകൊണ്ട് ഞാൻ അരിഞ്ഞെടുക്കൂല. അപ്പൊ ഞാനൊരു പാത്രം എടുത്തോണ്ട് വരട്ടെ കേട്ടോ. മാറ്റാം. ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. ചൂടാവണതിന് മുമ്പ് ഞാൻ എനിക്കുള്ളത് കുറച്ചൊന്ന് മാറ്റുവാണ്. അമ്മയ്ക്ക് പഴമൊന്നും ഇടണ ഇഷ്ടമല്ല. ഇഷ്ടമൊക്കെയാണ്. പുട്ട് കുഴയ്ക്കും പോലെ എനിക്ക് കുഴയ്ക്കണം. ഇത് മതി എനിക്ക്. ഇത് നിങ്ങൾക്ക് 2 പേർക്ക്, നിങ്ങളുടെ 2 പേരുടെ നന്നായിട്ട് ചൂടാവട്ടെ, അല്ലെങ്കിൽ ശരിയാവൂല. ചൂടായിട്ട് ഞാൻ അതിലേക്ക് പഴം അങ്ങ് ഇടാം. എന്നിട്ട് എടുക്കാം കേട്ടോ. കോരി എടുക്കാം. അപ്പം നടക്കാൻ പോണതിന് മുമ്പ് അങ്ങ് കൊടുത്തേച്ചാൽ പിന്നെ നടന്നേച്ച് വരുമ്പോഴത്തേക്കും അതൊക്കെ കത്തിപ്പൊക്കോളും. പിന്നെ വൈകിട്ട് ഭക്ഷണം കഴിക്കാനുള്ളല്ലേ. വൈകിട്ട് വളരെ കുറച്ചാ കഴിക്കണമെങ്കിൽ നടക്കാൻ പോണതിന് മുമ്പ് സാൻഡ്വിച്ച് കഴിച്ചു പോകാറ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. നീ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും വൈകുന്നേരം ഒന്നും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ റവ ഇരിപ്പുണ്ടായിരുന്നു, ഇനി ഉണ്ടാക്കിയതാണ്. നോക്കട്ടെ, ചൂടായിട്ടുണ്ടെങ്കിൽ പഴം നമുക്കതിലേക്ക് ചേർക്കാം. ബട്ടർ ഇട്ടിട്ടുണ്ട്. ഞാനത് മറന്നു പോയേനെ ബട്ടർ ഇടാൻ. ആദ്യം പറഞ്ഞില്ലെങ്കിൽ. ഇനി പഴം ഇടുമ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യൂ കേട്ടോ. അല്ലെങ്കിൽ പഴം ചീത്തയായി. അല്ല, പഴം ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ച് പഴം പറ്റിയിട്ടാ കൊള്ളൂന്ന് എനിക്ക് തോന്നണില്ല. അതൊരു ശരിയായ രീതി അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഉണ്ട്. പക്ഷേ പലർക്കും പല രീതിയിലാണല്ലോ കഴിപ്പ. നമ്മളിങ്ങനെയാ ചെയ്യണേന്ന് മാത്രം അല്ലേ. എടുക്കുവാണേ. എടുത്തോ. എനിക്കുള്ള ഇതിൽ ഇരിക്കും കേട്ടോ. നീ എപ്പോഴും തേൻ ഒഴിക്കണ്ടല്ലോ. മധുരം ഓൾറെഡി ഉണ്ട്. പിന്നെ എന്തിനാ തേനും വേറെ. അടിപൊളി. ഇവിടെ വെക്കട്ടെ. നിന്റെ എടുക്കാം.